സാറേ, ഈ സഹാക്കളുടെ ഒരു ചോദ്യമുണ്ട്. ഉത്തരേന്ത്യയിൽ കണ്ടില്ലേ, ബീഫിൻ്റെ പേരിലും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യുവാക്കളെ തല്ലിക്കൊല്ലുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്ന സഹാക്കളോ കേരളത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇത്തരത്തിൽ യുവാക്കളെ വെട്ടിക്കൊല്ലുകയും ആ രീതിയിലുള്ള കൊലപാതകങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു കൊലപാതകമായിരുന്നു പെരിയ കൊലപാതകം. അതിൻ്റെ ഇപ്പോൾ വിധി വന്നിട്ടുണ്ട്. CPM നേതാക്കൾ ഉൾപ്പെടെ മുൻ MLA ഉൾപ്പെടെയുള്ള 14 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. സാറ് ഈ തീരുമാനത്തെ, ഈ വിധിയെ, ഈ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ഈ പ്രവൃത്തിയെ, ഇവർ ഇതിനു മുൻപ് ചെയ്ത പ്രവൃത്തി എങ്ങനെ നോക്കിക്കാണുന്നു? ഇവരിങ്ങനെ തന്നെയാണല്ലോ. തലശ്ശേരിയിൽ ഇത് കുറേ നടപ്പാക്കി, കണ്ണൂർ കുറേ നടപ്പാക്കി, ഇപ്പോഴും MM മണിയൊക്കെ പറഞ്ഞിരുന്നത് അടിക്കണം എന്നാണല്ലോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഹിംസയുടെ തത്വശാസ്ത്രം തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹിംസയെപ്പറ്റി അവർ പറയുകയും ചെയ്യും. ജനാധിപത്യം, ഭരണഘടന, ഇതൊക്കെ വെറും കാപഢ്യമാണ്. അവരതിൽ വിശ്വസിക്കുന്നു. പാർട്ടിക്ക് എതിരായിട്ട് TP ചന്ദ്രശേഖരനെ കണ്ടില്ലേ? പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന എന്തൊരു ആളായാലും ശരി അടിച്ചമർത്തും, തകർക്കുക തന്നെ ചെയ്യും. അല്ല, തത്വശാസ്ത്രമാണെങ്കിൽ ആ തത്വശാസ്ത്രം പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്സ്യൂളുകൾ നിർമ്മിക്കുകയും ചെയ്യും. രോമില താപ്പർ മുതൽ അങ്ങനെയുള്ള അസ്ഗർ അലി എഞ്ചിനീയർ മുതൽ നമ്മുടെ സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിരുന്ന ആ മഹാന്യ ദേഹം മുതൽ എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ക്യാപ്സ്യൂളുകളാണ് കവി സച്ചിദാനന്ദൻ ക്യാപ്സ്യൂളുകളാണ് നിർമ്മിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള വിഷം നിറഞ്ഞ് മദ്രസകളിലൊക്കെ നടത്തുന്ന വിദ്യാഭ്യാസം പോലെ ഏകപക്ഷ മതപാഠങ്ങൾ, അതുപോലെ തന്നെ ഏകപക്ഷ തത്വശാസ്ത്രങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 24 പേര് പ്രതികളായിട്ടുണ്ടായിരുന്നു. അതിൽ 10 പേരെ വെറുതെ വിട്ടിരിക്കുന്നു. ആ 10 പേരിൽ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായമല്ല പ്രധാനം, കോൺഗ്രസിൻ്റെ അഭിപ്രായം, അവിടുത്തെ MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അഭിപ്രായം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തങ്ങൾ തൃപ്തരല്ല, ഭാഗികമായിട്ടുള്ള തൃപ്തിയേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ അപ്പീൽ പോകും എന്നാണ്. അപ്പോൾ കോടതി കുറ്റക്കാരായിട്ട് കണ്ടെത്തിയിട്ടുള്ളവർ പീതാംബരൻ ഷാജി CPMൻ്റെ ഭാരവാഹിയായിരുന്നു, C ജോർജ്, KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, സുരേഷ് KM, അനിൽകുമാർ K, ജിജിൻ, ശ്രീരാഗ്, അശ്വിൻ A സുബേഷ്, പ്രദീപൻ അല്ലെങ്കിൽ കുട്ടൻ, K മണികണ്ഠൻ, A സുരേന്ദ്രൻ അഥവാ വിഷ്ണു സുര, അതുപോലെ KV ഭാസ്കരൻ എന്നിത്രയും പേർക്കെതിരെയാണ് കുറ്റവാളികളെന്ന് കണ്ടിട്ടുള്ളത്. അവർക്കുള്ള ശിക്ഷ. സാറേ, ഈ കുഞ്ഞിരാമൻ ഉദുമയുടെ മുൻ MLA ആയിരുന്നു. കുഞ്ഞിരാമൻ അതുപോലെ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള പീതാംബരൻ്റെ പേര് ഇതിൽ കാണുന്നില്ല. കുറ്റമില്ല, അദ്ദേഹത്തെ അക്വിറ്റ് ചെയ്തു, വെറുതെ വിട്ടു. അതുകൊണ്ടാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഇത് ഞങ്ങൾക്കത്ര തൃപ്തിയുള്ള കാര്യമല്ല. കാരണം എപ്പോഴും ഇതാ സംഭവിക്കുന്നത്. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഇത് തന്നെ സംഭവിച്ചത്. ആസൂത്രണം ചെയ്തവരുടെ പേര് അതിൽ വരുന്നില്ല, അവർ രക്ഷപ്പെടുന്നു, അവർക്ക് ശിക്ഷയില്ല. സാർ, ഈ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന CPMന് ഇത് എങ്ങനെയാണ് കഴിയുന്നത്? കാരണം ഈ 2019 ഫെബ്രുവരി 17 ഈ 2 യുവാക്കളെ വെട്ടിക്കൊല്ലുന്നത്. അത് പ്രാദേശികമായ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിലാണ്. അന്ന് ഈ ശരത് ലാലിന് വയസ്സ് വെറും 23, കൃപേഷിന് വയസ്സ് വെറും 19. അങ്ങനെ ഒരു 19-കാരനെയല്ല ഈ ക്രൂരമായി വെട്ടിക്കൊല്ലാൻ എന്ത് രാഷ്ട്രീയമാണ് ഇതിലൂടെ ഈ CPM മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിൽ? ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? കാരണം അവർ വളരെ പോപ്പുലറായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളായിരുന്നു. വളരെ പോപ്പുലറായി എന്നുള്ളത് തന്നെയാണ് അവരുടെ പേരിൽ ചാർത്തപ്പെട്ട കുറ്റം. ഇത് തന്നെയാണ് ഭീകരവാദി സംഘടനകൾ, IS അതുപോലുള്ള തന്നെ സംഘടനകളും PFഉം ചെയ്തുകൊണ്ടിരുന്നത്. വളരെ പോപ്പുലറായിട്ടുള്ള നേതാക്കൾ, നല്ല നേതാക്കളെ കണ്ടുപിടിച്ച് അത് വെട്ടിനിരത്തുക എന്നുള്ള വെട്ടിനിരത്തൽ തത്വശാസ്ത്രം തന്നെയാണ്. അപ്പം അവർ വരുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ മൈലേജ് കിട്ടുക, കൂടുതൽ സ്ട്രൈക്കിംഗ് പവർ കിട്ടുക. അങ്ങനെയുള്ളവർ വെച്ചുകൊണ്ടിരുന്ന കുഴപ്പമാണ്. അതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ TP ചന്ദ്രശേഖരനും ഇതുപോലെ നല്ല ബേസുള്ള ആളായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ മാസ് ബേസുള്ള ആൾ, ജനകീയ അടിത്തറയുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ പോയാൽ CPM അവിടെ പൊട്ടിപ്പാളീസാവും, അവരുടെ കോട്ടയിൽ തന്നെ. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് തന്നെയാണ് ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയും സ്വീകരിച്ചത്. മഹാരാജാസ് കോളേജിൽ ഏറ്റവും പോപ്പുലറായിട്ടും പെൺകുട്ടികൾക്കും അതുപോലെ ആൺകുട്ടികൾക്കും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നേതാവായിരുന്നു അഭിമന്യു. എന്നാൽ പിന്നെ അവനെ തന്നെ കാച്ചിക്കളയാം എന്നുള്ള തീരുമാനത്തിൽ അവരെത്തുന്നത്. അതുതന്നെയാണ് ഈ ഗോഡ്സെ ചെയ്തതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഏറ്റവും പോപ്പുലറായിട്ടുള്ള നേതാവായിരുന്നു. അപ്പോൾ കൊണ്ട് അദ്ദേഹത്തിനെ തന്നെ വധിച്ചു കളയാം എന്ന് തിരിഞ്ഞാൽ ഗോഡ്സെ മനോഭാവമാണ് ഇവർക്ക്. എന്നിട്ട് നാഴികയ്ക്ക് 40 വട്ടം BJPയെയും ഗോഡ്സെയും കൂടി ചേർത്ത് പറയുകയും ചെയ്യും, കേസിൽ ചെന്ന് പെടുകയും ചെയ്യും. ഇവരുടെ മനോഭാവമാണ് ശരിക്കും ഗോഡ്സെ സ്റ്റൈലിലുള്ള
മനോഭാവം. കാരണം തങ്ങളുടെ എതിരാളികൾക്ക് മൈലേജ് കിട്ടുന്ന പോപ്പുലറായിട്ടുള്ള അതുപോലെ തന്നെ സൽസ്വഭാവികളായിട്ടുള്ള ആൾക്കാരെ കൊല്ലുക എന്നുള്ള തത്വശാസ്ത്രം, ആ രീതിശാസ്ത്രമാണ് അവർ പിന്തുടർന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയാണ്, അല്ലാതെ ശത്രുക്കളെ അല്ല, സമൂഹ വിരുദ്ധരെ അല്ല. അതോടൊപ്പം തന്നെ ഈ മലബാർ മേഖലയിൽ ഇപ്പോൾ ഈ തെക്കോട്ടെന്ന രീതിയിലില്ല, ഈ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് മേഖലയിലല്ല ഈ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലല്ലോ. കാരണം അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. ഈ പെരിയ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റിന് വലിയ സ്വാധീനമുള്ള, കമ്മ്യൂണിസ്റ്റിന്റെ കോട്ട അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഇത്തരം പ്രവർത്തകർ വളർന്നു വന്നത്. ആ വളർന്നു വന്ന പ്രവർത്തകരെ ഇല്ലായ്മ ചെയ്ത് അങ്ങനെ വീണ്ടും അങ്ങനെ ആ പ്രദേശത്ത് ആരും പ്രവർത്തിക്കാൻ ഇനി വരരുത്, അങ്ങനെ ഒരു സന്ദേശമല്ലേ ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ സന്ദേശം മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. കേരളം പലപ്പോഴും പത്രക്കാരും ചിന്തിക്കാത്ത ഒരു കാര്യം. നമ്മുടെ TP സെൻകുമാറിൻ്റെ എൻ്റെ പോലീസ് ജീവിതം വായിച്ചു നോക്കിയാൽ അറിയാം. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 14 പേരുമാണ് യഥാർത്ഥ പ്രതികളെന്ന്. അങ്ങനെയല്ല. ഈ നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി താഴെയുള്ള ചില ആളുകൾ ഇരകളെന്ന് അവരെ പറയുക. അവർ ആ കുറ്റമെല്ലാം അങ്ങ് ഏറ്റെടുക്കും. ഈ 14 പേരിൽ അങ്ങനെയുള്ളവരുണ്ടാവാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പീതാംബരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ആ കേസ് ഏറ്റെടുക്കും. അങ്ങനെയാണ് പീതാംബരൻ രക്ഷപ്പെടുക. അങ്ങനെ ഇരകളായിട്ട് ദുരിത ജീവിതം നയിച്ച് പാർട്ടിക്ക് വേണ്ടി നശിച്ചു പോയിട്ടുള്ള എത്രയോ പേര് ജയിലുകളിലുണ്ടെന്നറിയാം. മരുഭൂമികളിൽ ചെടികൾ നശിച്ചു പോകുന്നത് പോലെ ജയിലിൽ കിടന്ന് ദുരന്തം അനുഭവിക്കുക എത്രയോ പേരെ TP സെൻകുമാർ നേരിട്ടറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും ജയിലിൽ പോയി ജയിൽ ജീവിതം കണ്ടിട്ടില്ലല്ലോ നേരിട്ട്. ഉപരിപ്ലവമായിട്ടുള്ള ഒരു വീക്ഷണവും അറിവും മാത്രമേ നമുക്കുള്ളൂ. അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുള്ളതാണിത്. അവരുടെ ജീവിതം കൂമ്പടയോ, പാർട്ടി അവരുടെ ആ ആരാധന കൊണ്ട്, നേതാക്കളോടുള്ള ആരാധന കൊണ്ടും കൂറുകൊണ്ടും പാർട്ടിയോടുള്ള കൂറുകൊണ്ടും അങ്ങനെ ചെയ്തു പോയിട്ടുള്ള പലരും ഇതിലുണ്ടാവാം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, കാസർഗോഡ് MP പറഞ്ഞിരിക്കുന്നത്, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് ആസൂത്രണ തലത്തിൽ ഏറ്റവും സാധ്യതയുള്ള ആളെന്ന് പറയുന്ന ഈ പറയുന്ന ആൾ ഈ ലിസ്റ്റിലില്ല, കുറ്റവാളികളുടെ ലിസ്റ്റിലില്ല. അദ്ദേഹത്തെ കൂടി പെടുത്തുന്ന വിധത്തിലുള്ള ഒരു അപ്പീൽ അവർ ഫയൽ ചെയ്യണം. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രയോജനം ഉണ്ടാവും. ഇപ്പോൾ പെരിയ വിധി ഇനി അപ്പീൽ പോകാം. അപ്പീലിന് പോകാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഉയർന്ന കോടതിയിലേക്ക് ഇത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പോയി കഴിഞ്ഞാൽ, അപ്പീൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അങ്ങോട്ട് വീഴാം ഇങ്ങോട്ട് വീഴാം, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ. ചിലപ്പോൾ ഇതിലും കുറച്ച് ആശ്വാസം കിട്ടുന്ന വിധിയായിരിക്കും. അത് ഈ വക്കീലന്മാർ തമ്മിലുള്ള വാദമാണ്, സത്യമല്ലല്ലോ അവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികളെ CPMന്റെ നേതാക്കളെ രക്ഷപ്പെടുത്തുവാനായി ഈ സർക്കാർ തന്നെ വക്കീലന്മാരെ ഏർപ്പാടാക്കിയല്ലോ. കോടികൾ മുടക്കി പ്രധാനപ്പെട്ട എല്ലാ വക്കീലന്മാരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് വാദിക്കാൻ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ആദ്യം ഈ കുടുംബമല്ല CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ ആ സമയം സർക്കാർ പറഞ്ഞു CBIയുടെ അന്വേഷണത്തിൻ്റെ കാര്യമില്ല, ഇവിടെ ക്രൈംബ്രാഞ്ചെല്ലാം കൃത്യമായി അന്വേഷണം നടത്തി പോകുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നു. പിന്നീടായിരുന്നു ഈ CBI വന്നതിന് ശേഷമാണ് ഈ കുഞ്ഞിരാമൻ, CPMന്റെ മുൻ MLA കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ അതിൽ കുഞ്ഞിരാമൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട്. പക്ഷേ ഇനിയും വരാൻ അതാണ് ഏറ്റവും പ്രധാനം. ഒരു മുൻ MLA ഉൾപ്പെടെയുള്ളവർ 2 യുവാക്കളെ, വേറെ 19ഉം 23 വയസ്സുള്ള യുവാക്കളെ കൊല്ലാൻ വേണ്ടി നേരിട്ട് ഇറങ്ങുകയാണ്. അതിന്റെ തന്ത്രങ്ങൾ മെനയുകയാണ്. എന്നിട്ടാണോ ഈ CPM കേരളത്തിൽ നിന്ന് ഈ മനുഷ്യത്വവും ഉത്തരേന്ത്യയെ കുറിച്ചെല്ലാം സംസാരിക്കുന്നത്, ഫാഷിസത്തെ കുറിച്ചും ഒക്കെ പറയുന്നത്? ഫാഷിസ്റ്റ് കക്ഷിയാണ്, അതുകൊണ്ടാണ് എതിരെ അഭിപ്രായങ്ങളെ മാനിക്കാതെ അലവെട്ടിക്കൊള്ളുന്നത്. ഫാഷിസമാണ്, അത് തന്നെയാണ് അവരെ നയിക്കുന്നത്. തീവ്രവാദി സംഘടനകളെ പോലെ തന്നെ ആണ് അവരെ നയിക്കുന്നത്. അവർക്കൊരു തത്വശാസ്ത്രവും രീതിശാസ്ത്രവും അത് തന്നെയാണ്, ഒരു സംശയമില്ല. കാപട്യമാണ് പറയുന്നത് മുഴുവൻ. ഇനിയും കേൾക്കൂ, ഈ CBI വന്നതിന് ശേഷമാണ് ഇത്രയും പേര് എങ്കിലും ശിക്ഷിക്കാൻ കഴിയുന്നൊരവസ്ഥയുണ്ടായത്. അല്ലെങ്കിൽ ഒന്നുമില്ല. PP ദിവ്യയ്ക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയതുപോലെ, ആര്യ രാജേന്ദ്രന് ക്ലീൻ ചിറ്റ് കിട്ടിയതുപോലെ അതങ്ങനെ അങ്ങ് പോയി. ഇനി സിദ്ധാർത്ഥൻ്റെ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ കൊലപാതകികൾ ആർക്കെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതും CBI അന്വേഷിക്കുന്നത്. CBI അന്വേഷിക്കുമ്പോഴും തെളിവില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെല്ലാം പരിമിതികളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രതി ഞാനാണ് അത് ചെയ്തതെന്ന് ഏറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പോലീസിന് അല്ലെങ്കിൽ CBIക്ക്? അങ്ങനെ സഖാക്കൾക്ക് വേണ്ടി, തങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറുള്ള ബലിയാടുകളുള്ളപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കേസിൽ ശരിയായ ദിശയിൽ പോകാതെ ഇരിക്കും അത്. കാരണം ഇത് കൊറാബറേറ്ററി എവിഡൻസ് എന്ന് പറയുമ്പോൾ ഇത് ഒന്നിങ്ങനെ അടുക്കി അത് കൃത്യമായിട്ട് കോടതിയിൽ അവതരിപ്പിച്ചെങ്കിലേ ശിക്ഷ കിട്ടും. ഇങ്ങനൊരു പ്രതി ആസ്ഥാനത്ത് നിന്ന് നമ്പർ തെറ്റി വന്ന് ഇതിനകത്ത് പ്രതി ചേർന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കുളമായി തീരുന്നു. ഒരു ചീട്ട് കൊട്ടാരം പോലെയാണ്. ഒരു ചീട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൂടെ തകർന്നു വരുന്ന പോലെ ആയിത്തീരും.
അങ്ങനൊരു സാധ്യതയും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് CBI, എറണാകുളം CBI കോടതിയുടെ വിധിയാണ്. ഹൈക്കോടതിയിൽ പോകാവുന്നതാണ്. ഇനി അതുകൊണ്ടും തൃപ്തമല്ലെങ്കിൽ കോൺഗ്രസിന് ഇന്നത്തെ അവസ്ഥയിൽ സുപ്രീം കോടതിയിലും പോകാവുന്നതാണ്. എന്തായാലും 2 യുവാക്കൾ, അത് പ്രത്യേകിച്ചും 19 വയസ്സുള്ള കൃപേഷ്, അതുപോലെ തന്നെ ശരത്ലാൽ, കേരളത്തിൻ്റെ മനസാക്ഷിക്കേറ്റ മുറിവാണ്. പ്രതികൾക്കും ഗൂഢാലോചന നടത്തിയവർക്കും തക്കതായ ശിക്ഷ കിട്ടുന്നവരെ കോൺഗ്രസ് ഈ കേസ് ഫോളോ ചെയ്യണം. കാരണം അവർക്ക് വളരെയധികം വോട്ടുകൾ നേടിക്കൊടുത്ത ഒരു സംഭവം കൂടിയാണ്. ജനപ്രീതി അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരുപക്ഷെ അവിടെ കാസർഗോട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കാൻ കാരണമായി തീർന്നതുകൂടി ഈ സംഭവത്തിലൂടെയാണ്. അത് കോൺഗ്രസ് പോയില്ലെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ പോകണം, ഫൈറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.